കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും ചെറിയ സന്തോഷങ്ങളും കൂടി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ബാലചന്ദ്രന്റെ. അച്ഛനും അമ്മയും 2 പെൺമാരും അടങ്ങുന്നതായിരുന്നു അവരുടെ കുടുംബം. കേസിൽ കിടക്കുന്ന തറവാടിനു വേണ്ടി അച്ഛൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് നല്ല ഉറപ്പായിരുന്നു കേസ് നമ്മൾ തന്നെ ജയിക്കുമെന്ന്. ബാലന് ഒരു കാമിയും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ബാലന് IPS കിട്ടുകയാണ്. പക്ഷേ അച്ഛൻ കോടതിയിൽ പോയി കേസ് നടത്തി കേസ് തോറ്റു. അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ തറവാട് ജപ്തിയുടെ വക്കിലെത്തുന്നു. ബാലന്റെ കാമുകിയായ നന്ദിനിയുടെ വീട്ടുകാർ ആ വിവാഹത്തിന് എതിർക്കുന്നു. അവർ രണ്ടാളും തന്നെ തീരുമാനമെടുക്കുന്നു, നമ്മൾക്ക് പിരിയാമെന്ന്. ഇങ്ങനെ ചെയ്യാൻ നമ്മളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് നന്ദിനി പറയുന്നു. അങ്ങനെ അവർ വളരെ വേദനയോടെ പിരിയും. എല്ലാം തകർന്നു നിൽക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് ഒരു പണക്കാരനായ ആൾ വരുന്നു. ജപ്തി ഒഴിവാക്കി തരാം, പെങ്ങൾമാരെ കെട്ടിക്കാം, എല്ലാം അവർ ഏറ്റെടുത്തോളാം എന്ന് അവർ പറയുന്നു. തന്റെ മകളെ ബാലൻ വിവാഹം കഴിക്കണം എന്ന നിബന്ധന മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അയാൾ ബാലനെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. അയാൾക്ക് ബാലന്റെ IPS മാത്രമേ ഉന്നമുണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ അയാൾ ബാലനെ വിലക്കെടുക്കുക തന്നെയായിരുന്നു. അങ്ങനെ ബാലന്റെ വിവാഹം കഴിയുന്നു. ഭർത്താവിന് ഒരു വിലയും കൊടുക്കാത്ത ഭാര്യയും എല്ലാ വേണ്ടാദിനവും ചെയ്യിക്കുന്ന ഒരു അമ്മായി അച്ഛനും ആയിരുന്നു അവനക്ക് കിട്ടിയത്. അങ്ങനെ തന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത പലതും ബാലന് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അവർക്ക് 2 മക്കളും ഉണ്ടാകുന്നു. അമ്മായി അച്ഛൻ പറയുന്ന എല്ലാ ഫയലുകളും ബാലന്റെ അധികാരം വെച്ച് നിവൃത്തിയില്ലാതെ അവൻ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫയൽ ഒപ്പിടാൻ പറയുമ്പോൾ ബാലന് അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് അമ്മായി അച്ഛനുമായി വഴക്കുണ്ടാക്കുകയും ഭാര്യയുമായി പിണക്കത്തിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് ബാലനെ അവിടെ തീരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ഭാര്യയും അമ്മായി അച്ഛനും ഇറങ്ങിപ്പോകാൻ പറയുന്നു. ബാലൻ ഒരു ലോങ് ലീവ് എടുത്ത് ദൂരെയുള്ള ഒരു റിസോർട്ടിൽ സ്വസ്ഥമായി കുറച്ചുനാൾ ജീവിക്കാമെന്ന ഉദ്ദേശത്തിൽ അവിടെ റൂം എടുക്കുന്നു. പക്ഷേ അവിടെ വെച്ച് അവൻ നന്ദിനിക്കുട്ടിയെ കാണുന്നു. അവർ രണ്ടാളും അവരുടെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യുന്നു. നന്ദിനി ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞ് ബാലന് കുറ്റബോധം കൂടുന്നു. അവസാനം അവൻ തീരുമാനിക്കുന്നു, ഇനിയെങ്കിലും നമ്മൾക്ക് ഒന്നിച്ചു ജീവിക്കണമെന്ന്. അങ്ങനെ അവർ രണ്ടാളും അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ബാലന്റെ ഭാര്യയും 2 മക്കളും വരുന്നു. അവൾ പറയുന്നു, എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, ദയവായി മക്കളെ ഓർത്ത് എങ്കിലും തിരിച്ചു വരണം എന്ന്. മക്കൾ രണ്ടാളും ബാലന്റെ കൈ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റുന്നു. ഇതെല്ലാം കണ്ട് നന്ദിനി ആരും കാണാതെ കരയുന്നു. അവൾ വീണ്ടും ഒറ്റപ്പെട്ട നിലയിൽ തന്നെ ആവുന്നു. ബാലൻ ദയനീയമായി തിരിഞ്ഞു നോക്കി കാറിൽ ദൂരേക്ക് പോകുന്നു.